ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്നത്തെ വിശേഷം പറയട്ടെ. നമ്മളെപ്പോൾ കൊല്ലത്ത് വന്നാലും നമുക്ക് കായലിൽ നിന്ന് ഈ വാരുന്ന കക്ക, പിന്നെ കരിമീൻ, അഴുക ഇതൊക്കെ കിട്ടും കേട്ടോ. നമ്മളാ വീടിൻ്റെ അടുത്ത് കായലുള്ളത് കൊണ്ട് നമുക്ക് അവിടുന്ന് കിട്ടുന്നതാണ് ഇതൊക്കെ. 100 രൂപയാണ് ഈ കക്കയ്ക്ക് ചോദിച്ചത്. 100 രൂപ കൊടുത്ത് ഞാൻ കക്ക മേടിച്ച്. ഞാൻ കൊല്ലത്ത് വരുമ്പോഴൊക്കെ ഞാനിത് മേടിക്കും കേട്ടോ. കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ എനിക്ക് കിട്ടും. നല്ല ടേസ്റ്റാണ് തോരൻ വെച്ചാലൊക്കെ. അതുപോലെ തന്നെ മാങ്ങ ഇട്ട് കറി വെക്കണം. കറി വെക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പണ്ട് അമ്മമ്മമാരൊക്കെ ഇങ്ങനെ കക്ക മാങ്ങ ഇട്ട് കറി വെച്ച് ചെയ്ത് തന്നിട്ട്, അത് കല്ലിലരച്ചുള്ള അരപ്പിട്ട് ചെയ്യുന്നതാണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതെനിക്ക് നല്ല അറിയാം, അതുകൊണ്ട് ഞാൻ എപ്പം വന്നാലും മേടിക്കും. അപ്പം നമ്മൾ പുഴുങ്ങിയെടുത്ത കക്ക, അതിൻ്റെ കക്ക ഇറച്ചി ഇത്രയുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ്ട് ഇന്ന് ഞാൻ വെക്കുന്നത് അവിയൽ, ഒരു പുളിശ്ശേരി, പിന്നെ മാങ്ങ കക്കയിട്ട് കറി വെക്കാം. അപ്പോൾ വിളഞ്ഞ മാങ്ങ ഒരെണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൊത്തിയിട്ടിട്ട് കഴിച്ച് നോക്കിയപ്പോൾ ചെറിയ മധുരമുണ്ട്. അത് മൊത്തം ഞാനങ്ങ് അകത്താക്കി കേട്ടോ. എന്നിട്ട് പച്ചമാങ്ങയാണ് ഇതിനകത്ത് ഇട്ടേക്കുന്നത്. മറ്റേ മാങ്ങ ഫുൾ കഴിച്ച്. അപ്പോൾ എന്നിട്ട് കക്ക ഇറച്ചി കഴുകി പകുതിയെ ഞാൻ എടുത്തോളൂ, തോനെ ഉണ്ടായിരുന്നു. അപ്പം പകുതി എടുത്തിട്ട് നമുക്ക് മാങ്ങ ഇട്ട് കറി വെക്കാനാ. അപ്പോൾ നമുക്ക് കറി വെക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ 2 തേങ്ങ പൊട്ടിച്ച് പുളിശ്ശേരിക്ക് വേണം, അവിയലിന് വേണം, കക്ക മാങ്ങ ഇട്ട് കറി വെക്കുന്നതിന് വേണം. അപ്പം നമുക്ക് തേങ്ങ തിരുങ്ങാം. ഇത് നമ്മുടെ വർക്കേരിയ കേട്ടോ, കൊച്ചടുക്കളയായി കാണിച്ചേക്കുന്നത്. കക്ക ഇറച്ചി തോനെ ഉള്ളത് കൊണ്ട് ഞാൻ പകുതി കക്ക ഇറച്ചിയെ എടുത്തോളൂ. നമുക്കത് മതി. പകുതി തോരൻ വെക്കാനായിട്ട് മാറ്റി വെച്ച്. നമ്മുടെ അവിയലും സെറ്റായിട്ടുണ്ട്, പുളിശ്ശേരിയും സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ രണ്ടിനും ഞാൻ അരപ്പരച്ചങ്ങ് മാറ്റി. അതിന് ശേഷം ഇനി നമുക്ക് കക്ക കറിക്ക് അരയ്ക്കാം. കുറച്ച് തേങ്ങ, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ശകലം ഉലുവാപ്പൊടി, കുറച്ച് ചെറിയ ഉള്ളി, ഇത്രയിട്ട് അരച്ചിട്ട് നമുക്ക് അരപ്പ് ചേർക്കാം. കക്ക കറി വെക്കാനുള്ള അരപ്പിട്ടിട്ട് ഉപ്പുമൊക്കെ ഇട്ടിട്ട് നമ്മൾ അടപ്പത്ത് വെച്ച് കേട്ടോ. നോക്കടിയില് ആണോ? അപ്പോൾ കറികളെല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് വറുത്ത് പുളിശ്ശേരിക്കും ബാലൻസ് വന്നത് അവിയലിനും ഒഴിച്ച് രാവിലെ തന്നെ ആ സ്റ്റീലിൻ്റെ പാത്രത്തിനകത്ത് ഒരു പാത്രം വെള്ളം തിളപ്പിച്ച് കുടിക്കാനായിട്ടങ്ങ് മാറ്റി വെക്കും ഞാൻ. അപ്പം നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണിന് പുളിശ്ശേരിയുണ്ട്, അവിയലുണ്ട്, കക്ക കറിയുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ കാണിക്കാം.
ചെറിയ മാങ്ങ കുറച്ച് കിട്ടിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ സൈജേട്ടൻ ആ വലിയ ഭരണിക്കകത്തോട്ട് ആ മാങ്ങ ഇട്ടിട്ട് പിന്നെ ഉപ്പ് എന്തൊക്കെയോ ഇട്ട് കേട്ടോ, ഉപ്പ്, പച്ചമുളക്, വെളുത്തുള്ളി എന്തൊക്കെയോ ഇട്ട് വിനാഗിരി ഇച്ചിരി ഒഴിച്ച് അങ്ങനെ സെറ്റായി ഇരിക്കുക കേട്ടോ. വായി കൂടെ വെള്ളം വരുന്നത് കണ്ട ഉടനെ തന്നെ. അപ്പം അതുകൊണ്ട് ഉപ്പിലിട്ട മാങ്ങ അങ്ങനെ അതുകൊണ്ട് കഴിക്കാനായിട്ട്. ഇനി നമുക്ക് ചോറ് കഴിക്കാം. അപ്പം അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. കക്കാക്കൂട്ടാനും അവിയൽ, പുളിശ്ശേരി, മാങ്ങ ഉപ്പിലിട്ടത് ഇത്രയും കൂട്ടി നല്ല അടിപൊളിയായിട്ട് ചോറ് കഴിച്ച്. ഇത് ഞാൻ മാത്രം പറയുന്നതേ അല്ല കേട്ടോ അടിപൊളിയെന്ന്. ആ ചോറും കറിയും കഴിച്ചവരെല്ലാവരും പറഞ്ഞ് അടിപൊളി ടേസ്റ്റായിരുന്നു ഇന്നത്തെ ഊണ്. അപ്പം ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.